നമസ്കാരം. സമയം വൈകിയതിനെ തുടർന്ന് വിമാനയാത്ര മുടങ്ങാതിരിക്കാൻ റൺവേയിലൂടെ ലഗേജുമായി ഓടിയ യുവതികളുടെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാകുന്നു. മോസ്കോയിലെ ഷെറേമെത്തിയോവോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം. യാത്രാ സമയം കഴിഞ്ഞതിനെ തുടർന്ന് വിമാനം നഷ്ടപ്പെട്ട 2 സ്ത്രീകളാണ് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾ ലംഘിച്ചുകൊണ്ട് ടാർമാക്കിലേക്ക് അതിക്രമിച്ചു കയറിയത്. വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ പാർക്ക് ചെയ്യാനും ലഗേജുകൾ കയറ്റാനും ഇന്ധനം നിറയ്ക്കാനും യാത്രക്കാർ വിമാനത്തിലേക്ക് കയറുന്ന ഭാഗവും കൂടിയാണ് ടാർമാക്ക് എന്ന് വിളിക്കുന്നത്. സമയം വൈകിയതിനാൽ വിമാനത്തിൽ എങ്ങനെയെങ്കിലും കയറാനുള്ള നെട്ടോട്ടത്തിൽ ഈ 2 സ്ത്രീകൾ വിമാനത്താവളത്തിലെ സുരക്ഷാ മുൻകരുതലുകൾ ലംഘിച്ച് ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. ഇത്തരത്തിൽ ഇവർ കടന്നു കയറിയത് വലിയ സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ചു. വിമാനം പുറപ്പെടാൻ തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു സംഭവം. ജൂലൈ 25-ന് നടന്ന സംഭവം ഇപ്പോഴാണ് പുറത്തു വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 2 സ്ത്രീകൾ ടാർമാക്കിലൂടെ ഓടുന്ന ദൃശ്യങ്ങൾ വിമാനത്താവളത്തിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. പൈലറ്റിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ഇരുവരും വിമാനത്തിന് നേരെ കൈവീശി കാണിക്കുന്നതും പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ബോർഡിംഗ് സമയം കഴിഞ്ഞതിനാൽ ഇവരെ വിമാനത്തിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. തുടർന്ന് ടെർമിനലിലേക്ക് മടങ്ങി ടിക്കറ്റ് മാറ്റി ബുക്ക് ചെയ്യുന്നതിന് പകരം ഇവർ സുരക്ഷാ ക്രമീകരണങ്ങൾ ലംഘിച്ച് വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം എയർപോർട്ട് സെക്യൂരിറ്റി പരിശോധനകളെല്ലാം പൂർത്തിയാക്കി വിമാനത്താവളത്തിനുള്ളിലെ സുരക്ഷിത മേഖലയിൽ എത്തിയ ശേഷമാണ് ഇരുവരും ടാർമാക്കിലേക്ക് പ്രവേശിച്ചത്. വിമാനത്തിന് സമീപം ഇവരെ കണ്ട ഗ്രൗണ്ട് സ്റ്റാഫ് ഉടൻ തന്നെ വിമാനത്തിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. തുടർന്ന് ഇവരെ ടെർമിനലിലേക്ക് തിരികെ കൊണ്ടുപോവുകയും റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന് കൈമാറുകയും ചെയ്തു. വിമാനങ്ങൾ മാറ്റുന്നതിനും നീക്കുന്നതിനൊപ്പം ഗ്രൗണ്ട് വാഹനങ്ങളും വിമാനത്താവള ജീവനക്കാരും പ്രവർത്തിക്കുന്നതുമായ ഒരു നിയന്ത്രിത മേഖലയാണ് എയർക്രാഫ്റ്റ് ഏപ്രണുകൾ. വിമാനം മാറ്റിയിടാൻ തുടങ്ങിയ സമയത്ത് തന്നെ സ്ത്രീകൾ ഏപ്രണിൽ പ്രവേശിച്ചതിനാലാണ് ജീവനക്കാർക്ക് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത്. നിയമപ്രകാരമുള്ള ബോർഡിംഗ് സമയം അവസാനിച്ചിട്ടും വിമാനത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് ഇരുവരും വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നാണ് റൺവേയിലേക്ക് ഓടിക്കയറിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ജീവനക്കാരോട് ഇവർ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർക്ക് വഴങ്ങാതെ ജീവനക്കാരൻ തന്നെ വോക്കി ടോക്കി വഴി സുരക്ഷാ വിഭാഗത്തിന് സന്ദേശം കൈമാറി. പിന്നാലെ സുരക്ഷാ ജീവനക്കാരെത്തി ഇരുവരെയും റൺവേയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതും പുറത്തുവന്ന വീഡിയോയിലുണ്ട്. യാത്രക്കാരെ കാത്തുനിൽക്കാതെ വിമാനം സമയബന്ധിതമായി യാത്ര തുടർന്നെന്നും യുവതികൾക്ക് പിന്നീട് മറ്റ് യാത്രാമാർഗ്ഗങ്ങൾ തേടേണ്ടി വന്നെന്നുമാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ വീഴ്ച വരുത്തിയ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ നിയമപ്രകാരം പ്രാഥമികമായി 45 പൗണ്ട്, അതായത് ഏകദേശം 5000 രൂപ പിഴ ഈടാക്കും. എന്നാൽ അന്താരാഷ്ട്ര വ്യോമയാന സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ പിഴ 260 പൗണ്ട് വരെ ഉയർന്നേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുറപ്പെടാനൊരുങ്ങിയ വിമാനത്തിന് പിന്നാലെ ഓടാൻ ശ്രമിച്ച യാത്രക്കാരുടെ ഈ വിചിത്രമായ പെരുമാറ്റം സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയും കാഴ്ചക്കാരെ അമ്പരപ്പിക്കുകയും ചെയ്തു. ബോർഡിംഗ് സമയം നഷ്ടമായതിനെ തുടർന്ന് റഷ്യയിൽ ഒരു യാത്രക്കാരൻ വിമാനം തടയാൻ ശ്രമിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ മറ്റൊരു യാത്രക്കാരൻ വിമാനത്താവളത്തിലെ ബാത്റൂമിൽ കുടുങ്ങിപ്പോവുകയും വിമാനം മിസ്സാകുകയും ചെയ്തിരുന്നു. വിമാനം പുറപ്പെടാൻ തുടങ്ങിയാണെന്ന് മനസ്സിലായതോടെ അത് തടയാനായി ഇയാൾ ടാർമാക്കിലേക്ക് അന്ന് ഓടിയിരുന്നു. എന്നാൽ അയാളുടെ ശ്രമം പരാജയപ്പെടുകയും വിമാനം അയാളെ കൂടാതെ പറന്നു വരികയും ചെയ്തു. ആ സംഭവത്തിൽ പിന്നീട് അയാൾക്ക് ഏകദേശം 30 പൗണ്ട് പിഴ ചുമത്തിയിരുന്നു. മറ്റൊരു സംഭവത്തിൽ ബ്രസീലിലെ ബെലെം വിമാനത്തിൽ കയറാൻ വൈകിയതിനെ തുടർന്ന് ഒരു കുടുംബം വിമാനം തടയാൻ ശ്രമിച്ച സംഭവം ഇത്തരത്തിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. സുരക്ഷാ വാതിലുകൾ തള്ളി തുറന്ന് ടാർമാക്കിലേക്ക് ഇറങ്ങുകയും പുറപ്പെടാൻ തയ്യാറെടുത്ത വിമാനത്തിന് മുന്നിൽ കയറി നിൽക്കുകയുമായിരുന്നു ആ സംഭവത്തിൽ അവർ ചെയ്തത്. എയർപോർട്ട് സെക്യൂരിറ്റിയും പോലീസും ചേർന്ന് ഇവരെ ഉടൻ തന്നെ പിടിച്ചുമാറ്റി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്ന്.